അന്യ പത്മകുമാറെ ഏറ്റവും വലിയ ഗുരു ആരാന്നറിയാവോ? ഗുരുനാഥനല്ലേ? അല്ല, അനുഭവം. അനുഭവത്തിന് താഴെ നിൽക്കും മറ്റല്ല. ഇങ്ങോട്ടൊക്കെ ഈ ഓടിക്കച്ചിട്ട് അനുഭവത്തിൽ നിന്ന് പറയാണ്. പെണ്ണുങ്ങളെ വഴക്കിച്ച് തലയിടല് നമ്മുടെ മനസ്സമാനം പോവും, നമ്മുടെ സ്വസ്ഥത പോവും. അതിനേക്കാൾ എല്ലാം ഉപരി നമ്മുടെ വില പോവും. വില സൂസിക്ക് മനസ്സ് വേദനിച്ചു, അതല്ലേ പ്രശ്നം. അതല്ലേ ഞാൻ ചേച്ചിയോട് ചോദിക്കാൻ പോയത്. അതുകൊണ്ടെന്ത് ചേച്ചിയുടെ മനസ്സമാനം പോയില്ലേ? വേദനിപ്പിക്കരുത് തന്നെയാ, ആരെയും വേദനിപ്പിക്കരുത്. അതെ, അവര് നാത്തോമാര്, അവരെ വഴക്കിൽ നമ്മൾ തലയിടണ്ട. പക്ഷെ സൂസിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ അവളെ വേദനിപ്പിക്കരുത്. അത് ഓടിക്കച്ചാട്ടം നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റ് കേട്ടോ. പോ, കരയാതെ പോ. എന്റെ പൊന്ന ഫസ്റ്റ് സാധനം. ഏതായാലും പത്മകുമാർ പ്രത്യക്ഷത്തിൽ അങ്ങ് കയറി ഉടക്കത്തില്ല. നാത്തൂനെ ഒതുക്കാന്നുള്ള ദൗത്യം ഏറ്റെടുക്കാനുള്ള നിയോഗം ചേച്ചിക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാം. ആദ്യം കഷ്ടമല്ലേ പാവല്ലേ എന്നൊക്കെയാടാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇനി ഇപ്പൊ ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. മതി, ഈ ഒരു ഉറപ്പ്, ഈ ഒരു തീരുമാനം, അത് മതി. ലോകം ജയിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാനൊരു കളി കളിക്കും. ഇല്ല, ഞാൻ ഒരിടത്തും പോവില്ല. ഇത് എന്റെ വീടാ, എന്റെ ഭർത്താവിന്റെ വീടാ. ഇവിടെ ഞാൻ എന്റെ രീതിക്ക് താമസിക്കും. പപ്പയെ ഞാൻ ഫോൺ ചെയ്ത് പറയാൻ പോവാ. അങ്കിളിനോട് വേണ്ട, അങ്കിളിനോട് പറയണ്ട. അങ്കിൾ പാവം. പപ്പയോ? പപ്പയോട് ഉണ്ടാകില്ലേ ഷൂട്ട് ചെയ്തേനെ എല്ലാത്തിനെയും. പക്ഷെ ഷൂട്ട് ചെയ്താ പെട്ടെന്ന് മരിക്കും. ഞാനേ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പോണത്, ഇഞ്ചിഞ്ചായിട്ട്. ആഹാ, അയ്യോ. മതില ചേച്ചി, എനിക്ക് സന്തോഷായി. അവളുടെ ചാട്ട അല്പം ഒന്ന് കുറയും. ആ ചൂസിയെ നമുക്ക് ചാക്കിടണം. വി മസ്റ്റ് ചാക്കിടൽസ്. എന്റെ കുഞ്ഞെ, ഈ മംഗ്ലീഷ് പറച്ചിലൊന്ന് നിർത്തും. ഇത് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം. സൂസിന്ന് കേൾക്കുമ്പോഴേ എനിക്ക് അറിയാതെ ഇംഗ്ലീഷ് വന്നു പോകും. ഇംഗ്ലീഷ് കം സ്പീക്ക് കറക്റ്റ്ലി. എന്റെ കുഞ്ഞെ, എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ദിവസം ഒരു സ്കൂളിന്റെ വരാന്തയിലെങ്കിലും കയറി നിന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ മൂച്ചിലാണ് ആ സൂസി പാവ ഇംഗ്ലീഷിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ഇതിനേക്കാളും നല്ലത് ഗുണ്ടകളും കൊലപാതകളും എത്രയോ ഭേദം. ഒറ്റയടിക്കങ്ങ് തീർക്കുമല്ല. ഏതായാലും ബീബി താത്തയുടെ വരവോടെ ഗുണ്ടായസന് കുറച്ചൊരു ശമനം വന്നിട്ടുണ്ട്. അത് താത്തയും തത്തയൊന്നും അല്ല, പുലിയാ പുലി. വെങ്കലത്തിന് ഒതുക്കിയതുപോലെ ഇനി 1-2 പേരെ കൂടെ ഒതുക്കാനുണ്ട്. പച്ചവെള്ളഞ്ഞെടുത്തേ 2 നാരങ്ങയും പിഴിഞ്ഞ് ഇത്തിരിക്കോളം പഞ്ചസാര ഇട്ട് ഒരു സോഡ പൊട്ടി ചോദിച്ചോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അല്ലോ എന്തൊരു ചൂട്. ഓ പുകച്ചില്. സതിമോളെ, സതിമോളെ, ഈ പെണ്ണുങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പാടില്ലേ? പഴയ കാലമല്ലല്ല, വനിതാ വിമോചനത്തിന്റെ കാലമല്ലേ. അപ്പൊ കുറച്ചു നേരം ഇത്തിരിയൊക്കെ പുറത്തിറങ്ങി നടക്കണം. ആരുമില്ല. ഓ, എവിടെയാണ് അവ വെള്ളം ഇരിക്കണേ? ഇവിടെ ഇരിക്കണ്ട, കിണറൽ വാട്ടർ തന്നെ കുടിക്കാം. കുട്ടി, അമ്മാവന് കുട്ടി ഉണ്ടായിരുന്ന? എനിക്കറിയാൻ പാടില്ലായിരുന്നു. എവിടെ കുട്ടി? എവിടെ കുട്ടി? കുട്ടിയെ തന്നെയാ ഞാൻ കുട്ടിയെന്ന് വിളിച്ചത്. കുട്ടിക്ക് അറിയാമോ കുട്ടി, ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനാ ഞാൻ. ഒറ്റപ്പെട്ടവന്റെ വേദന കുട്ടിക്കറിയാമോ എന്നെനിക്കറിയില്ല. എന്റെ പഠിച്ചോനെ, അമ്മാവൻ പേടിക്കണ്ട. അമ്മാവന് ഞങ്ങളൊക്കെ ഇല്ലേ. സതിക്കുട്ടിയുണ്ട്, ഓടിക്കുണ്ട്, വിശ്വനാഥൻ സാറുണ്ട്, പിന്നെ ദേ ഈ കുട്ടിയുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. എനിക്കെല്ലാരും വേണ്ട, പിന്നെ ഒരാൾ മാത്രം മതി. ഒരാൾ. ഒറ്റപ്പെട്ട ആൾക്ക് ഒരുപാട് പേര് കൂടെ ഉണ്ടാവുന്നതല്ലേ നല്ലത്? ആയിരിക്കാം. എനിക്ക് പക്ഷേ ഒരാൾ മതി. ഒരാൾ, ഒറ്റയാൾ. അതാരാ ഈ ആ ഓ ഒരാള്? അത് പറയാൻ അമ്മാവനെന്തിനാ ഈ തടിമേട്ടി ചൊരണ്ടത്? തടിയിലിട്ട് ചൊരണ്ടിയതല്ല, പിന്നെ കളം പറിച്ചതാ. കളം നെല്ലിക്കത്തളല്ലേ? നാണം വന്നാ ഞാൻ അങ്ങനെയാ, കളം വരയ്ക്കും. ഞാനൊരു കാര്യം പറയട്ടെ കുട്ടി. എന്താണ്? ആ ലതാകുമാരിയോട് കൂട്ടുകൂടരുത്. എന്നെ പ്രലോഭിപ്പിക്കാൻ കുറേ നോക്കിയതാ ലതാകുമാരി. ഞാൻ വീണില്ല. എന്റെ മനസ്സ് ബീബി താത്താക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുക. സത്യം. കയ്യിലടിച്ച് സത്യം ചെയ്യണം. എന്താ പറഞ്ഞത്? എന്റെ കൈ തൊട്ട് സത്യം ചെയ്യണോന്ന്. കുട്ടിയുടെ വിശുദ്ധമായ കൈകളിൽ എന്റെ കരങ്ങൾ സ്പർശിക്കാനോ?
എന്റെ കൈക്ക് ഇത്തിരി മീനാറ്റം മാത്രമേ ഉള്ളൂ. മറിയച്ചേടത്തിന്റെ വീട്ടിൽ ചാള വെട്ടി കൊടുത്തതാണ്. അയ്യോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സുഗന്ധമെന്നല്ലേ? ബീബിയുടെ കൈ തൊട്ടാൽ മീൻവെള്ളവും മണക്കുകയേ ഉള്ളു. സത്യം. സത്യം? സത്യം ചെയ്തോ? സത്യം ചെയ്തു. അമ്മാവനെന്താ കരയണതാണോ അതോ ചിരിക്കണതാണോ? ചിരിക്കണം അമ്മാവ, മനസ്സ് തുറന്ന് ചിരിക്കണം. ചിരി ആരോഗ്യത്തിന് നല്ലതാ. ആ സീനറി എനിക്കിവിടെ നിന്ന് കാണണമായിരുന്നു കേട്ടാ. ഓ, കാണാതിരിക്കുന്നതാണ് സുഗുണ നല്ലത്. ഗുണ്ടകളെ, സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നവരെ, അതുപോലെ ജോലി ചെയ്യാതെ ജീവിക്കുന്നവരെ, അവരെ ഒന്ന് താത്തയ്ക്ക് കണ്ടുകൂടാ? അയ്യോ ഏട്ടാ, ഞാൻ അത് ഓർമ്മിച്ചില്ല. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ആ താത്ത ഒരു പുലി തന്നെ അല്ലേ? പുലി എന്ന് വെച്ചാൽ കരടി, കരടി എന്ന് വെച്ചാൽ സിംഹം. ഇത് ആ ലച്ചേച്ചി, ആ അവിടുത്തെ നാത്തും പോര് അതെന്തായി? എന്താ സാറില്ലേ? ഉണ്ടല്ലോ നരേട്ടാ. എന്താ കാര്യം? പത്മകുമാർ. എന്താ പത്മകുമാർ? ഒന്നുമില്ല, ഇത് ഭർത്താക്കന്മാർ തമ്മിലൊരു പേഴ്സണൽ കാര്യ. ഒരു മിനിറ്റ് സാർ. എന്താ എന്താ പത്മകുമാറേ? അല്ല, മറ്റൊന്നും തോന്നരുത്. ഈ കുറച്ചു നേരത്തേക്ക് ആ സ്കൂട്ടറും തരാമോ? എന്താ? അല്ല, ഞങ്ങൾക്കൊന്ന് കറങ്ങാനാ. ഈ കല്യാണം കഴിഞ്ഞ ആദ്യകാലത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ കറങ്ങുന്നത്. പിന്നെ സൂസി വലിയ സെറ്റപ്പിലൊക്കെ ജീവിച്ച ആളാ. പത്മകുമാറിന് ലൈസൻസ് ഉണ്ടോ? അതൊക്കെ കൂടെ റെഡിയാക്കും. അങ്കിൾ നല്ല ഹോൾഡാ. ടെസ്റ്റ് ചെയ്താൽ ലൈസൻസ് കിട്ടും. അങ്കിൾ നല്ല ഹോൾഡല്ലേ? എന്നാ പിന്നെ അങ്കിളിനോട് പറഞ്ഞോളൂ ഒരു സ്കൂട്ടർ എടുത്തു തരാൻ. ഈ പറയാതെ തന്നെ അങ്കിൾ എടുത്തു തരും. ഈ ലവ് മാരേജ് ആയിരുന്നല്ലോ. ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അങ്കിൾ മാറി നോക്കിയായിരിക്കും. ഫോൺ ചെയ്യാറൊക്കെ ഉണ്ടല്ലേ? നമ്മൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്നത് മോശ. അങ്കിളിന് MLA ഒക്കെ പറ്റുമല്ലോ. സത്യം പറയാൻ ചേട്ടാ, അല്ല സാറേ, എന്റെ ഭാഗ്യ. പത്മകുമാർ, എന്താ സുസി? ഓ, ഇനിയിപ്പോ സാറിന് അതാണ് താല്പര്യം, അതൊക്കെ നടക്കട്ടെ. സുസി, സാറിന്റെ സ്കൂട്ടറിൽ നമ്മൾ ഒരുമിച്ച് പുറത്തോണ്ട് സാറിന് ഞാൻ പറഞ്ഞില്ല. സാറൊന്നും പറയണ്ട. അയൽക്കാരിങ്ങനെ നിർബന്ധിക്കുമ്പോ നമ്മള് ചെയ്യാതിരിക്കുന്നത് ശരിയാണോ? സാറ് താക്കലിക. ചേച്ചി, ആ താക്കലിങ്ങടുത്തെ സ്കൂട്ടറിന്റെ താക്കല്, നമ്മുടെ സ്കൂട്ടറിന്റെ താക്കല് നരേട്ടാ കൊടുത്തു. താക്കോല് ഞാനേ അങ്കിളിനെ കുറിച്ച് പറയായിരുന്നു. അങ്കിളിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് 100 നാവാ. പക്ഷെ അങ്കിൾ എന്താ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല? പപ്പയ്ക്ക് AC വേണം. സൂസി വിഷമിക്കാതെ, നമുക്ക് ഉടനെ AC വെക്കാം. നശിപ്പിക്കല്ലേ? Excuse me. ഒരു പെട്രോൾ ഉണ്ടല്ലേ? സൂക്ഷിച്ചു പിടിച്ചിരുന്നോ? ശരി ശരി. അവൻ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അവനെന്താ ചെവി പറഞ്ഞേ? പെട്രോൾ ഉണ്ടോന്ന്. വൃത്തികെട്ടാൻ. പാമ്പ. അതെ, ഇവിടെ തന്നെ. ഓടിക്കേ മിസ്റ്റർ, ഓടിക്കൊന്ന് എണീറ്റ്.
എങ്ങനെ മിസ്റ്റർ റൗഡിക്ക് നീ വിളിക്കുന്നേട്ടാ നിന്നെ മടിയിരുത്തി പേരിട്ട പോലെയാണല്ലോ വെച്ചാ. പ്രായത്തിൽ കുറച്ച് മൂത്തതാണ്. ഒരു ചേട്ടാ കൂടി ചേർക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടാ. ഒടിക്കെ ആ ചേട്ടാ അത് കുഴപ്പമില്ല. എന്ത്? എനിക്കൊരു ജ്യൂസ് വേണം. അയ്യോ. അടുക്കളയിൽ പെട്ടെന്ന് കൊണ്ടുവരാവോ? ജോ- അല്ല പത്മകുമാർ പുറത്താരോ കാണാൻ പോയിരിക്കും, അതുകൊണ്ടാ. ആ അത് ശരി. ഞാൻ എന്തോന്ന് ഇവിടുത്തെ വേലക്കാരനാ വെച്ചാ. ദേ നോക്ക്, എന്റെ അടുത്ത് ഈ അഹമ്മദ് സംസാരിക്കുന്ന ആ ശകുന്തള അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ അന്നിവിടെ കൊലപാതകം നടക്കും. കൊലപാതകം അറിയാവോ? അയ്യോ ജോലിക്കാരനായതുകൊണ്ടല്ല, പക്ഷെ ഒരു മനുഷ്യനാകുമ്പോ എന്തെങ്കിലും ഒരു ജോലിയുണ്ട്. ജ്യൂസ് വേണല്ലേ? ജ്യൂസ് ഞാൻ കൊണ്ടുതരാം. ഞാൻ റൂമിലുണ്ടാവേ, മറക്കല്ലേ. എടേ നീ റൂമിന് പുറത്തിറങ്ങാത്ത ജ്യൂസ് ഞാൻ കൊണ്ടുതരാം കേട്ടാ. എരി നീ ജ്യൂസ് കുടിക്കൂ. അത് ജ്യൂസ് എൻ്റെ അടുത്ത്. ജ്യൂസ് വേണല്ലേ? തരാം. ഈ ജ്യൂസ് ഇങ്ങനെ കൊടുത്താൽ ശരിയാവൂലേ? ജ്യൂസില് കുറച്ച് കാന്താരി മുളക് കൂടി ഇട്ടാവുള്ളൊരു എഫക്റ്റ് എവളെന്ന് അറിയണം. ശരിയാക്കി തരാം. ജ്യൂസ് വേണല്ലേ? ജ്യൂസിക്കുന്ന് എരിവരി സഞ്ചാരം. നിന്നെ ജ്യൂസ് കുടിപ്പിക്കാടി ഞാൻ. നീ ഇന്ന് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ഓടിയ തയ്യലടി എന്റെ അടുത്തല്ലേ? ആഹാ ജ്യൂസ്. മുളക് സാത്തുക്കുടി. ദേ ഓടിക്കേ ഏ? ആ കട അത് പിന്നെ ആർക്കായിരിക്കും? എനിക്കാ. ആ കണ്ട. പിന്നെ ജ്യൂസേ കുടിച്ചു. ഇങ്ങോട്ടാ ഞാൻ കുടിക്കാം. അല്ല അത് വേണ്ട, ഞാൻ പറയുന്നേക്ക്. സഹിച്ചിട്ട് വേണ്ട. എനിക്ക് തന്നെ വേണം. ഞാനാ ജ്യൂസ് ഓർഡർ ചെയ്തത്. അതെ 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 അതെ. സൂസു കുഞ്ഞ് തന്നെ ഈ ജ്യൂസ് കുടിക്കണം. അതുകൊണ്ടാ. അല്ല പിന്നെ ഒന്ന് പോടാ, വന്നു കയറിയ നാത്തൂനേക്കാളും വീട്ടുള്ള നാത്തൂനെ അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു പിടിക്കല. ചേച്ചി ഞാൻ പറയുന്നേക്ക് അതിക്രമം കാണിക്കരുത്. ചേച്ചി സൂസു കുടിക്കുന്നതാണ് നല്ലതാ ജ്യൂസ്. ചേച്ചി കുറച്ചെങ്കിലും അത് പിന്നെ മൊത്തം കുടിച്ചു. ഞാൻ എന്ത് ചെയ്യാം ചേച്ചി? ജ്യൂസ് കണ്ടുപിടിച്ചതിന് സമ്മതിച്ചേ പറ്റൂ. ആനന്ദലഹരി ആനന്ദലഹരി എന്നൊക്കെ പറയുന്ന ഇതാടാ. എന്ത്? ഒരു തണുപ്പങ്ങ് താഴോട്ട് ഇറങ്ങി പോകുന്ന പോലെ. മതി കേട്ടാ, മൊത്തം കുടിച്ചില്ലേ? ഞാൻ ഈ വീട്ടിൽ ഗ്രഹനാഥയായുള്ളപ്പോ വലിഞ്ഞു കയറി വന്നൊരു നാത്തൂൻ ഈ വീട്ടിൽ ഷൈൻ ചെയ്യത്തില്ല. സതി അത് സമ്മതിക്കത്തുമില്ല. ആഹാ വെളിയില് നിൽക്കും. ഓ എന്റെ അമ്മേ, എന്തൊരു ഉഷ്ണമല്ലേടാ. എന്ത്? ഓ ഒരു ഉഷ്ണം പോലെ തോന്നുന്നില്ലേടാ ഓടിക്കെ? ആണോ? ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നല്ലേ? അപ്പൊ അത് വർക്ക് ചെയ്തു തുടങ്ങി.